കാസർഗോഡ് വ്യാജ മോഷണക്കുറ്റം ആരോപിച്ചതിനെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ നിർണായകമായ തെളിവുകൾ ശേഖരിക്കുകയാണ് പോലീസ്. ജസീല നേരിട്ട മാനസിക പീഡനം വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശം പോലീസിന് ലഭിച്ചു. മരണത്തിന് തൊട്ടുമുമ്പ് സുഹൃത്തിനയച്ച സന്ദേശത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അപമാനമുണ്ടായി എന്ന് പറയുന്നു. മോഷണക്കുറ്റം അടിച്ചേൽപ്പിക്കാൻ ഭർത്താവും ശ്രമിച്ചെന്നും ശബ്ദ സന്ദേശത്തിലുണ്ട്. ജസീലയ്ക്കൊപ്പം ഭർത്താവ് പോലും നിന്നില്ല എന്നതും ഈ ശബ്ദരേഖയിൽ നിന്ന് മനസ്സിലാക്കാം. കേൾക്കാം. ഒന്നാമത് എനിക്ക് സംശയം അപ്പോൾ ഞാൻ തെറ്റ് ചെയ്തിട്ടാ നോക്കാലോ, എന്തിനങ്ങനെ പോയിന്, എന്ത് എന്നെ കുറ്റപ്പെടുത്താനേ നിൽക്കും. പിന്നെ ഒരു കള്ളി എന്നല്ല പറഞ്ഞാൽ ഭയങ്കര ബേജാറല്ലോടാ. അത് ചെയ്തതൊക്കെ പിന്നെയും ചെയ്യാം. എനിക്ക് ആ പുരയിൽ പൊന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല, പിന്നല്ലേ ഞാൻ എടുക്കുന്നത്. ചെയ്യാത്തൊരു കുറ്റത്തിന്റെ പേരിലാണെങ്കിൽ ഇപ്പോൾ ആർക്കും സഹായിക്കാൻ പറ്റൂലടാ ഇക്കാര്യത്തിൽ. അവരെ വീട്ടുകാരെന്നെ എടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആരെന്ത് പറഞ്ഞിട്ട് കാര്യം. ഞാൻ എത്ര തവണ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു അറിയോ. സഹിക്കാൻ ഓൻ്റെ ഇടങ്ങേറ് സഹിക്കാൻ പറ്റാത്തോണ്ട് മക്കളെ ഒത്തിരി പിടിച്ചിരുന്നു. ഇതിപ്പോ എല്ലാം കൂടി ഒരുമിച്ചാ വന്നത്. ഇതാണ് അവരെത്രമാത്രം ആ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവും. ഈ മാനസികമായിട്ട് സമ്മർദ്ദം ഉണ്ടാകുന്ന സമയത്ത് സ്വന്തം ഭർത്താവിനോട് പോലും പറയാൻ പറ്റുന്നില്ല. മാത്രമല്ല ഭർത്താവ് കൂടി കുറ്റപ്പെടുത്തുന്ന സാഹചര്യം വരുമ്പോഴാണ് അവരിത് ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ പൂപ്പറമ്പയുണ്ട്. അരുൺ പൂപ്പറമ്പ, ആദ്യം അവരുടെ വീഡിയോയിൽ നിന്ന് നമുക്ക് ചില വിവരങ്ങൾ കിട്ടിയിരുന്നു. ഇപ്പോൾ ഈ ശബ്ദ സന്ദേശത്തിൽ കൂടി മനസ്സിലാക്കുന്നത് ഇത് ആത്മഹത്യക്ക് തൊട്ട് മുമ്പുള്ളതാണ്, ഒരു മരണമൊഴി എന്ന് വേണമെങ്കിൽ പറയാം. ഭർത്താവ് പോലും ഈ സാഹചര്യത്തിൽ അവർക്കൊപ്പം നിന്നില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഭർത്താവ് കുഴപ്പമില്ല ജസീല എന്ന് പറഞ്ഞൊന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ജസീല ഇന്ന് ജീവനോടെ കണ്ടേനെ എന്നുള്ളതാണ്. ഗുരുതരമായ ആരോപണമാണ് അല്ലേ ജസീലയുടേത്. അന്വേഷണം തുടരുകയല്ലേ പോലീസ്? അരുൺ. തീർച്ചയായും അരുൺകുമാർ നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മരണത്തിന് തൊട്ട് മുമ്പ് ജസീല ചിത്രീകരിച്ചിട്ടുള്ള ഒരു വീഡിയോ നേരത്തെ പുറത്തു വന്നിരുന്നു. ആ വീഡിയോയിൽ താൻ നേരിട്ടിട്ടുള്ള മാനസിക സമ്മർദ്ദത്തെ സംബന്ധിച്ച് വിശദമായി തന്നെ ജസീല പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ പരാതി നൽകിയിട്ടുള്ള അയൽവാസിയായിട്ടുള്ള കുടുംബം അവർ തൻ്റെ വീട്ടിലേക്ക് എത്തി, അത് ജസീലയുടെ വീട്ടിലെത്തി പ്രശ്നമുണ്ടാക്കിയതും അതൊക്കെ മാനസികമായി വലിയ സമ്മർദ്ദമുണ്ടാക്കി അതേ തുടർന്നാണ് ജീവൻ ഒടുക്കുന്നത് എന്നതായിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ആ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ഈ ചോദ്യം ചെയ്യലിലും മാനസിക സമ്മർദ്ദമുണ്ടായി എന്നതും ആ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ പോലീസ് ഈ ജസീലയുടെ ഫോൺ പരിശോധിച്ചു. ആ ഫോണിലാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള തെളിവുകൾ പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ മരണത്തിന് മുമ്പ് തൻ്റെ അടുത്ത സുഹൃത്തിന് അയച്ച ശബ്ദ സന്ദേശമാണ് നിലവിൽ പോലീസ് ശേഖരിച്ചിട്ടുള്ളത്. അതാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. അതിൽ താൻ വലിയ അപമാനം നേരിട്ടു എന്ന് പറയുന്നുണ്ട്. തനിക്ക് ആരും പിന്തുണ നൽകിയില്ല. പിന്തുണ നൽകേണ്ട പങ്കാളി, അതായത് ഭർത്താവും തന്നെ കുറ്റപ്പെടുത്തുന്ന, ഈ കുറ്റം അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. നേരത്തെ തന്നെ അവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന സന്ദേശത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ ഈ സംഭവം വന്നപ്പോൾ തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഉണ്ടായത്. അങ്ങനെ ആ മാനസിക സമ്മർദ്ദം സഹിക്കാതെ വന്നതോടെയാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് സൂചിപ്പിക്കുന്ന ശബ്ദ സന്ദേശമാണ്. എന്തായാലും ഈ കേസിൽ അന്വേഷണത്തിൽ നിർണായകമാകുന്ന ഒരു തെളിവാണ് പോലീസ് ഈ ഘട്ടത്തിൽ ശേഖരിച്ചിട്ടുള്ളത്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു അരുൺ. ചില സമയങ്ങളിൽ ചില മനുഷ്യർ നമ്മളോട് സങ്കടം പറയാൻ വരുമ്പോഴേ അതൊന്ന് കേട്ടിരുന്നാൽ തന്നെ അവരുടെ സങ്കടം പാതി ഇറങ്ങിപ്പോകും. ഒരുപക്ഷെ അവർ പിന്നീട് നമ്മളോടൊപ്പം ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവും. പലപ്പോഴും നമ്മൾ കേൾക്കൂല.